ഹായ് ഫ്രണ്ട്സ്, സൂര്യസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ഫുഡ് വ്ളോഗുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ക്രാബ് കറി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പം നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു 3 ചെറിയ സവാളയും അതുപോലെ തന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. അപ്പം നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമുക്ക് മുളകും കൂടി എടുത്തു വച്ചിട്ടുണ്ട്. ഒരു 3 മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കിലോ ക്രാബുണ്ട്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി അതിനുശേഷം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ദേ അടുപ്പിലേക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഏത് എണ്ണയാണോ വേണ്ടത് ആ എണ്ണ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. അപ്പം എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും നല്ലതായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കറിയിലെ പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും. ഉലുവ പൊടി ഇട്ടാലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഉലുവ മൊറ്റയ്ക്കുള്ളതായിട്ടാണുള്ളത്. അപ്പം ഞാൻ അതാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പേസ്റ്റ് ആക്കിയിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അതാകുമ്പോഴേക്കും എണ്ണയിൽ കിടന്ന് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നല്ല ടേസ്റ്റ് കിട്ടും. നമുക്ക് നല്ലതായിരിക്കും അത്. അതിനുശേഷം ഞാൻ അതെല്ലാം നല്ല ബ്രൗൺ കളറായതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള സവാള ചെറുതായിട്ട് ഞാൻ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ല ബ്രൗൺ നിറമായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ഇതിനൊന്ന് നല്ലതുപോലെ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എളുപ്പം ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പം ലാസ്റ്റ് എല്ലാം ക്രാബും എല്ലാം ഇട്ട ശേഷം നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. അത് ബ്രൗൺ നിറത്തിലായി വന്നിട്ടുണ്ട്. അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം 3 മുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ അകത്തേക്ക് ഇടുക. അതിനുശേഷം എടുത്ത് വച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയുണ്ട്, അതുപോലെ തന്നെ പെരിഞ്ജീരകമുണ്ട്, പിന്നെ നമ്മുടെ വാളൻ പുളി അത് ചെറിയൊരു 3-4 പീസ് ഞാൻ ഇടുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് വഴണ്ട് നല്ലതുപോലെ എണ്ണയൊക്കെ പറ്റി വരുന്നത് പോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ചട്ടി പിടിക്കാണ്ട് ഇളക്കി വെച്ച് കൊടുക്കാം. കുരുമുളകൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. എരി കൂടുതൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടിയൊക്കെ കുറച്ചിട്ട് നമുക്ക് നല്ലതുപോലെ കുരുമുളക് കുറച്ചധികം ഇട്ട് കൊടുക്കാം. ഞാൻ കുരുമുളകും മുളക് പൊടിയും പിന്നെ നോർമൽ മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എല്ലാം എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് എല്ലാം കൂടി നല്ലതുപോലെ ഒന്നും കൂടി ഇളക്കി നമുക്ക് അടപ്പ് വെച്ച് അടച്ച് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുന്നവരെ വെക്കാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പുളി ഇടുന്നുണ്ട് കേട്ടോ. അടയ്ക്കുന്നതിന് മുന്നേ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 3-4 കഷ്ണം പുളിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. കറിയെല്ലാം നല്ല വറ്റി വന്നിട്ടുണ്ട്. നല്ല നെയ്യെല്ലാം എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കണ്ടോ, ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും. ആ ഒരു പരുവം വരെ നമ്മൾ വേവിക്കണം കേട്ടോ, അടച്ചു വെച്ച്. അതിനുശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന ക്രാബാണ് ഞാൻ ഇതിനകത്ത് ഇട്ടേക്ക് കൊടുക്കുന്നത്. ക്രാബ് ഇട്ട ശേഷം ക്രാബിൻ്റെ എല്ലായിടത്തും നല്ല ഗ്രേവി എല്ലാം എത്താൻ വേണ്ടി നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ പരുവപ്പെടുത്തി വെച്ച് കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും ഇതേ കണക്കൊന്ന് കറക്കി ഒന്ന് പിന്നെ നല്ലതുപോലെ ഇതുപോലെ ഇളക്കി എല്ലായിടത്തും എത്തുന്ന രീതിക്ക് കറിയിൽ മുക്കിയിടുക കേട്ടോ. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഉണ്ടല്ലോ, കറി ലീഫ് അതിൻ്റെ അകത്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ മല്ലിച്ചപ്പ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, അതും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം.
ഇത് രണ്ടും കൂടി ഇട്ട ശേഷം ഒന്നും കൂടി നല്ലതുപോലെ ഇളക്കുക. അപ്പം ദേ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കുക. ഇളക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ഉപ്പ് നമ്മൾ ആദ്യമേ തന്നെ 1 സ്പൂണേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ഒന്ന് ഉണ്ടോ ഇല്ലയെന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ ദേ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നല്ലതുപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇളക്കി വെച്ച ശേഷം നമുക്കെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ആവിയിൽ വേവിക്കുക. കാരണം ഇപ്പം ഇട്ട ഉപ്പും എല്ലാം കൂടി ഒന്ന് എല്ലായിടത്തും ഒന്ന് പാകത്തിനെത്താൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഒന്ന് 5 മിനിറ്റ് വെച്ച ശേഷം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറി നല്ല പറ്റി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോ വരും വരേക്കും എല്ലാവർക്കും ബൈ ബൈ.